എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാപ്പിലറി ബ്ലഡ് കളക്ഷൻ എന്താണെന്നാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാപ്പിലറി ബ്ലഡ് കളക്ഷൻ യൂസ് ചെയ്യുന്ന ബ്ലഡ് ലാൻസെറ്റ് ആണിത്. 3 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഡെപ്ത്. നമ്മൾ കാപ്പിലറി കളക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിൽ ബ്ലഡ് ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾക്ക് മാത്രമേ കാപ്പിലറി കളക്ഷൻ ചെയ്യത്തുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിംഗ്, അതുപോലെ പെരിഫോസ്മിയർ, അതുപോലെയുള്ള BT-CT എന്ന് പറയുന്ന വളരെ കുറച്ച് ടെസ്റ്റുകൾക്ക് മാത്രമേ കാപ്പിലറി കളക്ഷൻ ചൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന പഞ്ചർ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 ഫിംഗർ പ്രിക്ക്, 2 ഇയർ ലോബ്, 3 ഹീല്. കുഞ്ഞുകുട്ടികൾ അതായത് ഇൻഫൻസിന് മാത്രമാണ് നമ്മൾ ഇയർ ലോബും ഹീലും ചൂസ് ചെയ്യുന്നത്. അഡൾട്ടിന്റെ ഫിംഗർ പ്രിക്കാണ്. ഇനി നമുക്ക് പ്രൊസീജിയറിലോട്ട് പോകാം. കാപ്പിലറി ബ്ലഡ് കളക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ 3-മത്തെയോ 4-മത്തെയോ വിരൽ ചൂസ് ചെയ്തതിന് ശേഷം സ്പിരിറ്റ് വെച്ച് നന്നായി അവിടെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ലാൻസെറ്റ് വെച്ച് ഒരു കുഞ്ഞു പ്രിക്ക് കൊടുക്കണം. ഫസ്റ്റ് വരുന്ന ഡ്രോപ്പ് നമ്മൾ വൈപ്പ് ചെയ്ത് കളയണം, കാരണം അത് ടിഷ്യൂ ഫ്ലൂയിഡ് ആയിരിക്കും. അതിനുശേഷം വരുന്ന ബ്ലഡ് ആണ് നമ്മൾ ടെസ്റ്റിന് കളക്ട് ചെയ്യുന്നത്. കാപ്പിലറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെയിനും ആർട്ടറീസും പോലെയുള്ള ഒരു ബ്ലഡ് വെസലാണ് കാപ്പിലറി എന്ന് പറയുന്നത്. കാപ്പിലറി എപ്പോഴും നമ്മുടെ ഈ വിരലിന്റെ അറ്റത്ത് മെയിനായിട്ട് കാണപ്പെടുന്ന, അതിന് മലയാളത്തിൽ ലോമികകൾ എന്ന് പറയും. അപ്പൊ അത് തീർത്തും കുഞ്ഞു ബ്ലഡ് വെസൽസ് ആണ്. അപ്പൊ അതിൽ നിന്ന് വളരെ മൈന്യൂട്ട് 1-2 ഡ്രോപ്പ് ബ്ലഡ് മാത്രമേ നമുക്ക് കിട്ടൂ. അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ അളവിൽ ബ്ലഡ് ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾക്ക് കാപ്പിലറി കളക്ഷൻ ചൂസ് ചെയ്യുന്നത്.